നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മൂൺ മിൽക്ക് അഥവാ ഗോൾഡൻ മിൽക്ക് അല്ലെങ്കിൽ ഗോൾഡൻ ലാറ്റെ എന്നറിയപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഹിന്ദിയിൽ ഇത് ഹൽദി കാ ദൂത് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ മൂൺ മിൽക്കിൻ്റെ ഗുണഗണങ്ങൾ? ഉറക്കക്കുറവ് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് മൂൺ മിൽക്ക് ഒരു ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. ഉറങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്കിത് കുടിച്ചിട്ട് ഉറങ്ങാം. മൂൺ മിൽക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് കൂടിയാണ്. വെയിറ്റ് ലോസിനെ ഒരുപാട് സഹായിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഒരുപാട് രീതിയിൽ മൂൺ മിൽക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം പ്രിപ്പയർ ചെയ്യുന്നത്, ഇവിടെ ഒരു സോസ് പാൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പാലാണ് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് മൂൺ മിൽക്കിന് വേണ്ട അളവാണ് കാണിക്കുന്നത്. വെയിറ്റ് ലോസിൻ്റെ ജേർണിയിലുള്ളവരാണെങ്കിൽ അവർക്ക് സോയി മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, ലോ ഫാറ്റ് മിൽക്കൊക്കെ യൂസ് ചെയ്യാം. ഒരുപാട് പാല് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പകുതി വെള്ളവും പകുതി പാലും ചേർത്തിട്ട് ഇത് തയ്യാറാക്കാം. ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഗ്രാമ്പുവാണ്. പാല് ഞാനിപ്പോൾ ചെറുതായിട്ട് ചൂടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ അശ്വഗന്ധ പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു ആയുർവേദിക് മെഡിസിൻ ഉണ്ട്. അതും കൂടെ ചേർത്താൽ വളരെ നല്ലതായിരിക്കും. നല്ല ഉറക്കത്തിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ആയുർവേദിക് മെഡിസിൻ കൂടിയാണ് അശ്വഗന്ധ. വല്ലാണ്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അമുക്കുരോ അഥവാ അശ്വഗന്ധ ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പാലിൽ ഒരു 1/4 ടീസ്പൂൺ മൂൺ മിൽക്ക് തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് മഞ്ഞൾപ്പൊടി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. മായത്തെ ഒന്നും നമുക്ക് പേടിക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇനിയും ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് തീർച്ചയായിട്ടും പരിഗണിക്കണം. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സിനമൺ പൗഡറാണ്, പട്ട പൊടിച്ചത്. നല്ല ക്വാളിറ്റി പട്ടയായിരിക്കണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് കടയിൽ നിന്ന് സിനമൺ വാങ്ങിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ക്വാളിറ്റി ശ്രദ്ധിക്കണം. ഒറിജിനലായിട്ടുള്ള സിനമൺ സ്റ്റിക്ക് മാത്രമേ വാങ്ങാവൂ. അതായത് കാസിയ സിനമൺ എന്ന് പറഞ്ഞിട്ട് ഈ പട്ട ഇരിക്കുന്നത് പോലെ ചുരുണ്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിലിരിക്കും. പക്ഷേ അത് ഒറിജിനൽ സിനമൺ അല്ല. ഫേക്കായിട്ട് വിൽക്കുന്ന കാസിയ സിനമൺ സ്റ്റിക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. കരളിനെയൊക്കെ പെട്ടെന്ന് ബാധിക്കും എക്സസീവായിട്ട് നമ്മളത് സ്ഥിരം യൂസ് ചെയ്യുവാണെങ്കിൽ. ഒറിജിനൽ പട്ട ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും, ഒടിഞ്ഞിങ്ങനെ വീഴും. നല്ല മണവുമാണ്. ഇപ്പം തന്നെ ഇവിടെ ഇങ്ങനെ ഒടിച്ചിടുമ്പോൾ നല്ല മണം അങ്ങ് പരക്കുവാണ്. നമ്മുടെ കേരളത്തിൽ നല്ല ക്വാളിറ്റിയുള്ള സിനമൺ സ്റ്റിക്ക് വിൽക്കുന്ന ബ്രാൻഡുകളുണ്ട്. അപ്പം അത് തന്നെ നിങ്ങൾ ഇനി കടകളിൽ നിന്ന് വാങ്ങുമ്പം നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. ഇത് നമുക്ക് പാലിലേക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ നെയ്യാണ്. നെയ്ക്ക് പകരം നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്താൽ മതി. നെയ്യ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ഒന്നുകിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉറപ്പായിട്ടും ഈ റെസിപ്പിയിൽ ചേർക്കണം. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ നമ്മളിപ്പോൾ ഈ ചേർത്ത കുരുമുളക് പൊടിയൊക്കെ നമ്മളെ സഹായിക്കും. മൺസൂൺ കാലങ്ങളിൽ നമുക്ക് ഈ മൂൺ മിൽക്ക് ശീലമാക്കാം. തൊണ്ടവേദനയൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഈ മൂൺ മിൽക്ക് നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖം കിട്ടും. മൂൺ മിൽക്ക് ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മൂൺ മിൽക്ക് റെഡിയായി. ഇനി നമ്മൾക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ മാത്രം ഇതിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് മൂൺ മിൽക്ക് ഒന്ന് അരിച്ചെടുക്കണം. എന്തിനാണ് ഇങ്ങനെ അരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർക്ക് ഈ പാലിങ്ങനെ തിളപ്പിക്കുമ്പോൾ ചെറിയ പാടയൊക്കെ വരും. അത് വായിൽ തട്ടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത്. കുറച്ച് പാൽപ്പാടയൊക്കെ ഉണ്ടാവാം. പിന്നീട് ഗ്രാമ്പു ചേർത്തിരുന്നല്ലോ, അതൊക്കെ നമുക്ക് ഇതിൽ വരും. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് പതപ്പിച്ചിട്ട് വേണം ഈ പാല് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ. ഇനി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മധുരമാണ്. അത് തികച്ചും ഓപ്ഷണലാണ്. സാധാരണഗതിയിൽ ഞാൻ ചേർക്കാറില്ല. ഞാൻ ഇന്നിപ്പം വീഡിയോയ്ക്ക് വേണ്ടി ഇവിടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളയ്ക്കുന്ന പാലിലേക്ക് ഒരിക്കലും തേൻ ചേർക്കരുത്. ഇപ്പം ഒരു ഇളം ചൂട് മാത്രമാണ് നമ്മുടെ മൂൺ മിൽക്കിനുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാരയാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം.
അപ്പോൾ എല്ലാവരും ഈ മൂൺ മിൽക്ക് ഒരു ശീലമാക്കണം. അപ്പോൾ എല്ലാവർക്കും സുഖനിദ്ര, ശുഭരാത്രി. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.